Hello, good evening. Hello. Good evening, madam. Good evening. നമ്മൾ പേയ്മെന്റിന്റെ പോർഷൻ ആയിരുന്നല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. ഓക്കെ, ലോഗിൻ കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. Then ഇവിടെ പ്രൊഫൈലിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിലൊക്കെ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്ന കേട്ടോ പ്രൊഫൈലിലായിട്ട്. നെക്സ്റ്റ് ഞാനിപ്പോ ഷോപ്പ് ഹോം ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായി. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഐറ്റം ക്വാണ്ടിറ്റി ഇതിപ്പോൾ മൂന്നാമത്തെ ഐറ്റം. ഓക്കെ, ടോട്ടൽ 3 ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് മാനുവലി എന്ത് ചെയ്യാം, നമുക്ക് ചില ഇത് ഷോപ്പ് ചെയ്യുമ്പോൾ ഐറ്റം ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ചെയ്യൂലേ. സോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് ആഡ് ചെയ്തത്. ഇനി മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആഡ് ഓൺ ചെയ്യാവുന്നതാണ് കേട്ടോ. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് പുതിയൊരു ഫീൽഡ് ഇതിൽ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. കാർട്ടിക്ക് പോകുന്നുണ്ട്, കാർട്ടിക്ക് പോവാം. പേ വിത്ത് റേസർ പേ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിന് ആക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ലേ, സോറി, ചെക്ക് ചെയ്ത് നോക്കാം. cart.html ഐ ഡി കൊടുത്തിട്ടുണ്ടായി, ബട്ടൺ കൊടുത്തു, ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. ദെൻ സ്ക്രിപ്റ്റ് ടാഗ് ആയിട്ടാണ് നമ്മൾ കൊടുത്തത്, സ്ക്രിപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് ചെയ്ത് നോക്കണം. പ്രിവെന്റ് ഡിഫോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പേയ്മെന്റ് സക്സസ് URL ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി, വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാർട്ട് ഫിൽറ്ററിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്.
ദെൻ URLs ആഡ് ചെയ്യുന്നതായിരുന്നു ലാസ്റ്റ് സ്റ്റെപ്പ്. അത് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്തിരുന്നു. ദെൻ കാർട്ടിൻ്റെ പാത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ദെൻ success.html ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ. success.html ആണ് നമ്മളവിടെ പാത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായില്ല. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. .html അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു H2 ടാഗ് കൊടുക്കുന്നുണ്ട്. പേയ്മെന്റ് സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമുക്ക് പാസ് ചെയ്യണം. സോ പേയ്മെന്റ് സക്സസ്ഫുൾ എന്ന് പറയുന്ന ആ ഒരു H2 ടാഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു P ടാഗ് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഓർഡർ ID ഡബിൾ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക. order.id പാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് amount തന്നെ. സോ നെക്സ്റ്റ് ലൈനിൽ ഒരു P ടാഗിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കുന്നുണ്ട് amount paid. റുപ്പീ സിമ്പിൾ കൊടുക്കുക. ഞാനിപ്പോൾ ഡോളർ സിമ്പിളാണ് കൊടുക്കുന്നത്. ഡബിൾ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക ഓർഡർ ഡോട്ട് ടോട്ടൽ amount കൊടുക്കുന്നുണ്ട്. ദെൻ P ടാഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യുവാണ്, നെക്സ്റ്റ് P ടാഗ് കൊടുക്കുവാണ്. താങ്ക് യു മെസ്സേജ് പോലെ. താങ്ക് യു ഫോർ ഷോപ്പിംഗ് വിത്ത് us. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ആങ്കർ ടാഗ് ആണ് കൊടുക്കുന്നത്. hrefൻ്റെ ഉള്ളിൽ ഇപ്പോൾ ജസ്റ്റ് സ്ലാഷ് ആണ് കൊടുക്കുന്നത്. ദെൻ അതിന് ശേഷം എന്താണ് ബാക്ക് ടു ഹോം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ദെൻ cart.html നമ്മൾ ചെക്ക് ഔട്ടിന് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. cart.html പേ വിത്ത് റേസർ പേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബട്ട് ചെക്ക് ഔട്ട് വ്യൂ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ബട്ടൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ആണെങ്കിൽ അത് ബട്ടൺ മാറ്റിയിട്ട് ഒരു ആങ്കർ ടാഗ് ആക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ തൽക്കാലത്തേക്ക് ആങ്കർ ടാഗ് കൊടുക്കുന്നുണ്ട്. ദെൻ href കൊടുക്കുന്നുണ്ട്. href ആയിട്ട് എന്താണ് ചെക്ക് ഔട്ടിക്ക് കണക്ട് ചെയ്യുകയാണ് കേട്ടോ. കർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ സ്പേസ് കൊടുക്കുന്നുണ്ട്. URL സിംഗിൾ കോട്ട്സിൽ ചെക്ക് ഔട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ക്ലാസ് BTN ആങ്കർ ടാഗ് ക്ലോസ് ചെയ്യാം. നമുക്കതിനെ ആങ്കർ ടാഗ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ബാക്കിയെല്ലാം അതേപോലെ തന്നെ. ഇനി ഒരു എറർ വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ റേസർ പെയിൻ്റെ ID ഒന്ന് റീസെറ്റ് ചെയ്തിരുന്നു. അതൊന്ന് മാറ്റി കൊടുക്കേണ്ടി വരും. റീജനറേറ്റ് ചെയ്തതായിരുന്നു. സോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. റേസർ പേ ലോഗിനിലേക്ക് പോകുന്നുണ്ട്. എൻ്റെ ഡാഷ്ബോർഡിലേക്കാണ് പോകുന്നത്.
കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ടെസ്റ്റ് മോഡിലാണ് എടുക്കുന്നത്. ലൈവ് മോഡ് ഞാൻ എനേബിൾ ചെയ്യുന്നില്ല. ഓക്കെ, താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ടെസ്റ്റ് മോഡിൻ്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. സോ റേസർ പേ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇത് ഐഡിയ ആയിരിക്കും അവിടെ കാണുക. സോ കമ്പനി വൈസ് ചെയ്യുമ്പോൾ കമ്പനീൻ്റെ അക്കൗണ്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് ചേഞ്ചസ് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ദെൻ പേയ്മെൻറ്റ് ലിങ്ക്സ് ആണെങ്കിൽ അതങ്ങനെ കൊടുക്കുക. ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഹോമിലേക്ക് പോകുന്നുണ്ട്. ടെസ്റ്റ് മോഡിൽ API കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അക്കൗണ്ട്സ് ആൻഡ് സെറ്റിങ്സിലേക്ക് പോവാം. വെബ്സൈറ്റ് ആൻഡ് ആപ്പിൽ API കീസ് കാണും. സോ അത് കോപ്പി ചെയ്യാം. ഓക്കെ, പുതിയ ഐഡിയ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇനി ഇത് റീജനറേറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് റീജനറേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് എന്താണ്, അത് ഡൗൺലോഡ് ചെയ്ത ഫയലുണ്ട്. സോ ആ ഫയലിൽ നിന്ന് ആ ഒരു റേസർ പെയിൻ്റെ ഐഡിയും സീക്രട്ട് കീയും കോപ്പി പേസ്റ്റ് ചെയ്തിടുവാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സെറ്റിങ്സ് .py ഫയലാണ്. ഫോൾഡറും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ID കോപ്പി ചെയ്യുന്നുണ്ട്. പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സീക്രട്ട് കീ. അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോ റിവേഴ്സ് മാച്ച് ആണ്. നോട്ട് ചെക്ക് ഔട്ട് നോട്ട് ഫൗണ്ട്. നമ്മൾ വ്യൂ ചെക്ക് ഔട്ട് ആയിട്ട് തന്നെയാണോ ക്രിയേറ്റ് ചെയ്തതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വ്യൂവിൽ ചെക്ക് ഔട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാം. ഉണ്ട്. സോ URLs കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. URLsക്ക് പോവാം, കണക്ട് ചെയ്യണം. URLസിൽ ചെക്ക്ഔട്ട് സ്ലാഷ് ചെക്ക്ഔട്ട് നെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് കറക്റ്റ് ആണ്. സോ കാർട്ട് കോളൻ ചെക്ക്ഔട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. കാർട്ട് സക്സസ് പേജിലല്ല. URLs ഓക്കെ ആണ്. വ്യൂസും ഓക്കെ ആണ്. cart.html ഡയറക്ട്ലി ചെക്ക്ഔട്ടിന് പകരം എന്ത് കൊടുക്കുന്നുണ്ട്, കാർട്ട് കോളൻ ചെക്ക്ഔട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി റൺ ചെയ്തിട്ടുണ്ട്. ഞാൻ റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, കണക്ഷൻ കറക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സേവ് വിത്ത് റിസൾട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുക. ആട്രിബ്യൂട്ടറാണ് വന്നിരിക്കുന്നത്. എന്താണ്, ടോട്ടൽ പ്രൈസിൻ്റെ അവിടെ എന്തോ ഇഷ്യൂ വരുന്നുണ്ട്. അത് എത്രാമത്തെ ലൈനാണെന്ന് നോക്കണം. കാർട്ട് ഒബ്ജക്റ്റ് ഹാസ് നോ ആട്രിബ്യൂട്ട് ടോട്ടൽ പ്രൈസ്. കാർട്ട് ഒബ്ജക്റ്റിൽ ടോട്ടൽ പ്രൈസ് ഇല്ല. സോ നമ്മൾ വ്യൂസ് .py
ലൈൻ നമ്പർ 103 നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് നോക്കാം. ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഈ ജി എസ് ടി കാൽക്കുലേഷൻ വരുമോ? എന്തായിരുന്നു? ജി എസ് ടി കാൽക്കുലേഷൻ ഇതിൽ വരുമോ? GST കാൽക്കുലേഷൻ നിങ്ങൾ സെപ്പറേറ്റ്ലി ആഡ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിട്ടില്ല. അത് നമ്മളെ കോഡിങ്ങിൽ തന്നെ വരുന്നതാണോ? നിങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. മാനുവലി ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ ആഡ് ചെയ്തില്ല, അതേപോലെ തന്നെ സെപ്പറേറ്റ് ഓരോ ഐറ്റത്തിനും ഓരോ എമൗണ്ട് ആവുമല്ലോ. സോ അതൊക്കെ വെച്ചിട്ട് ആഡ് ചെയ്യേണ്ടി വരും. ദെൻ ഡെലിവറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കോളംസും ഇതൊക്കെ ആ ടേബിൾസിൽ ആഡ് ചെയ്തിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ലൈൻ നമ്പർ 103 ആണ് എറർ കാണിക്കുന്നത്. സോ views.py പോവുക. views.py എടുക്കുക. ഇവിടെയാണ് ടോട്ടൽ പ്രൈസ് ഐറ്റം. ഓക്കെ, ഫോർ ലൂപ്പിൽ കൊടുത്തതിൽ കാർട്ട് ഐറ്റംസിൽ ഐറ്റത്തിനും ടോട്ടൽ പ്രൈസ് ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് മോഡൽസ് ഒന്ന് എടുത്ത് നോക്കാം. ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ടായി. സബ് ടോട്ടലാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ പ്രൈസ് അല്ല, സബ് ടോട്ടലാണ് കൊടുത്തിരുന്നത്. സബ് ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. Cart object has no attribute. സബ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. വ്യൂവിലാണ് ഇഷ്യൂ. ഓക്കെ, ഈ ടോട്ടൽ പ്രൈസ് ഫംഗ്ഷൻ നമ്മൾ സബ് ടോട്ടൽ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ സബ് ടോട്ടൽസ് അല്ലേ വരുന്നത്. അതല്ലാതെ ടോട്ടൽ നമ്മൾ വേറെ എവിടെയും ആഡ് ചെയ്തിട്ടില്ല അല്ലേ. ഇവിടെ നമ്മൾ ടോട്ടൽ ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ടോട്ടൽ എന്ന് പറയുന്നത് കാർട്ടിന്റെ വ്യൂ എടുത്ത് നോക്കുക. ആഡ് കാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രൊഡക്റ്റിനൊക്കെ ടോട്ടൽ പോയിട്ടില്ല. കാർഡ് ഡീറ്റെയിലിൽ ആണ് നമ്മൾ എന്ത് കൊടുത്തത്, ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കാർട്ട് ഐറ്റംസിനെ ഫിൽറ്റർ ചെയ്തിട്ട് പിന്നെ നമ്മളിവിടെ ഫോർ ലൂപ്പിലാണ് ടോട്ടൽ ഐറ്റംസ് ഇട്ടത്. സോ അത് കാർട്ട് ഡീറ്റെയിൽ വ്യൂവിൽ നിന്നായിരുന്നു എടുത്തത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്നല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ട് ഇതേപോലെ എടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഒന്ന് കോപ്പി ചെയ്തിടുന്നുണ്ട്. ഇവിടെയുള്ള ഇഷ്യൂ വന്നത്.
ഇത് കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. ദെൻ ടോട്ടൽ പുറത്തേക്ക് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഈക്വൽസ് 0 കൊടുക്കുന്നുണ്ട്. ദെൻ റിഫ്രഷ് ചെയ്ത് നോക്കാം. കംപ്ലീറ്റ്ലി ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടതാണ്. സോ പ്രൊഡക്റ്റിൻ്റെ അവിടെയാണ് ഓർഡർ വരുന്നത്. ലൈൻ നമ്പർ 106 പ്രൊഡക്റ്റ് അതിനോട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. എനിക്ക് പ്രൊഡക്റ്റ് എന്താണെന്നുള്ള കൊടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ, കാർട്ട് ഐറ്റത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് എടുക്കുന്നത്. കാർട്ട് ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ്. സോ കാർട്ട് ഐറ്റമിൽ എന്തുണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്. പ്രൊഡക്റ്റിൽ നിന്നാണ് നമ്മളത് കണക്ട് ചെയ്യാൻ നോക്കുന്നത്. സോ താഴത്തേക്ക് പോവാം. താഴത്തേക്ക് പോവാം. ആകെ ഇത് ഉണ്ടായിരുന്നു ടോട്ടൽ 0 സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് കാർട്ട് ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് ഗെറ്റ് ആണ്. പ്രൊഡക്റ്റ് ആണ് എടുക്കാത്തത് അല്ലേ. ചെക്ക് ചെയ്ത് നോക്കാം. പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ടിന് അവിടെ തന്നെയാണ് ഓർഡർ വരുന്നത്. കാർട്ട് ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ ആക്സസ് ചെയ്യുന്നില്ല. സോ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. കാർട്ട് ഐറ്റംസിനെയാണ് നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്നത്. ഐറ്റംസിനെ ഐട്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടോട്ടൽ ഫങ്ഷൻ നമ്മൾ കാർട്ടിൻ്റെ മോഡൽസിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ഐറ്റത്തിൻ്റെയും സബ് ടോട്ടലിൽ ആഡ് ചെയ്യണമായിരുന്നു. സോ ഒരു ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി റിഫ്രഷ് ചെയ്യുന്നുണ്ട്, നോക്കാം വരുന്നുണ്ടോന്ന്.
ഞാൻ റൺ ചെക്ക് ചെയ്ത് നോക്കാം. ഗെറ്റ് ഫൈനൽ പ്രൈസ്. ദാറ്റ് ഒബ്ജക്റ്റ് ഹാസ് നോ അട്രിബ്യൂട്ട് ഗെറ്റ് ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നുണ്ട്. ലൈൻ നമ്പർ 106 ആണ്. Sum of item dot ടോട്ടൽ പ്രൈസ് കൊടുത്തപ്പോഴാണ് നമുക്ക് ആവശ്യം വന്നത്. നമുക്ക് ടോട്ടൽ പ്രൈസ് തന്നെ കൊടുക്കാം. ഞാനിത് കംപ്ലീറ്റ്ലി കളയുവാണ്. നമുക്കൊരു ഫംഗ്ഷൻ അങ്ങ് ആഡ് ചെയ്താൽ മതി. അതായത് കുറച്ചുകൂടി ബെറ്റർ. ടോട്ടൽ ഈക്വൽ സം ഓഫ് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ പ്രൈസ് കൊടുക്കുന്നുണ്ട്. ഐറ്റം ഡോട്ട് കൊടുത്തിട്ടുണ്ടായി. ടോട്ടൽ പ്രൈസ് കൊടുത്തിട്ടുണ്ടായി. പാർട്ടിൽ ഓരോ ഐറ്റംസിനും ടോട്ടൽ പ്രൈസ് ആണ്. സോ മോഡൽ സ്റ്റാർട്ട് കീവേഡിലേക്ക് പോവുക. കാർട്ടിൻ്റെ വ്യൂവിലേക്ക് പോവാം കേട്ടോ. ടാബ് സ്പേസ് അടിക്കുന്നുണ്ട്. ദെൻ എന്ത് കൊടുക്കുക, ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ടോട്ടൽ പ്രൈസ് കൊടുക്കുക. സെൽഫ് കൊടുക്കുന്നുണ്ട്. കോളൻ എന്ത് കൊടുക്കുക, റിട്ടേൺ സെൽഫ് ഡോട്ട് സെഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നമാണ് ഇതിലല്ല. ഇവിടെ ആഡ് ചെയ്യാം. സബ് ടോട്ടലൊക്കെ ഇവിടെയല്ലേ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാർട്ട് ഐറ്റംസിൽ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. സോ ടോട്ടൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് സ്പേസിൽ കറക്റ്റ് ചെയ്യുക. സെൽഫ് ഡോട്ട് കൊടുക്കുക. പ്രൊഡക്റ്റ് ഡോട്ട് പ്രൈസ് കൊടുക്കുക. മൾട്ടിപ്ലൈഡ് ബൈ എന്താണ് അതിൻ്റെ ക്വാണ്ടിറ്റി. കറക്റ്റ് പ്രൈസും അതേപോലെ തന്നെ ക്വാണ്ടിറ്റിയാണ് പാസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഗെറ്റ് ഫൈനൽ കോൾ ചെയ്തതിന് ശേഷം ഒരു ഇൻഡിവിജ്വൽ ഐറ്റംസിൻ്റെ സബ് ടോട്ടൽ എടുക്കുന്നുണ്ട്. ആ ഫംഗ്ഷന് ഇൻഡിവിജ്വൽ കോൾ ചെയ്താലും കുഴപ്പമുണ്ടാകുന്നു. ഒരു ഐറ്റം കൗണ്ടർ കൊടുക്കുക. എന്നിട്ട് ആഡ് ചെയ്താലും കുഴപ്പമുണ്ടാകും. സോ നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസ് ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള എമൗണ്ട് കിട്ടും. ഓക്കെ, സോ അങ്ങനെ ചെയ്താലും വിശ്വസിക്കാം.
സോ ഈ സബ് ടോട്ടലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഈ ടോട്ടൽ പ്രൈസ് വരുന്നുണ്ടോ എന്നിട്ട് ക്ലിയർ ചെയ്യാം. Sum of ഐറ്റം ഡോട്ട് ടോട്ടൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്തു. ദെൻ ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യാം. ടോട്ടൽ പ്രൈസിൻ്റെ അവിടെ അഗെയിൻ ആപ്പ് വരുന്നുണ്ട്. കാർട്ട് ഐറ്റംസ് ഡോട്ട് ടോട്ടൽ പ്രൈസ്. കാർട്ട് ഐറ്റംസ് പറയുമ്പോൾ ഒബ്ജക്റ്റിനെ യൂസറിൻ്റെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റിനെ ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ട്. ഐറ്റം ഒരു ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെ ഐറ്റം ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് ടോട്ടൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാർട്ട് ഒബ്ജക്റ്റിന് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഇല്ല എന്നാണ് പറയുന്നത്. ചെക്കൗട്ടിന് വേണ്ടി ഉള്ളിൽ ലിങ്ക് ആർഗ്യുമെന്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ആയിരുന്നു നമ്പർ വരുന്നത്. സം ഓഫ് ഐറ്റം ഡോട്ട് സബ് ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. ഫോർ ഐറ്റം കാർട്ട് ഐറ്റം ആണ്. ചെക്ക്ഔട്ട് കാർട്ടിൽ ചെക്കൗട്ടിക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. അതിൽ പ്രൊഡക്റ്റിൻ്റെ അവിടെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ടായി. ലൈൻ നമ്പർ 104ൻ്റെ അവിടെ ഇഷ്യൂ ഉണ്ട്. 104 തന്നെയാണ് ഇഷ്യൂ വരുന്നത്. ഇതിൽ നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടില്ല. ബട്ട് അവിടെ എന്താ ഇഷ്യൂ വന്നത്? നോട്ട് ആട്രിബ്യൂട്ട് പ്രൊഡക്റ്റ് നമ്മൾ ഓൾറെഡി റിഫ്രഷ് ചെയ്തതാണ്. കാരണം ചെയ്യാം, ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യാം. ആട്രിബ്യൂട്ട് സബ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. കാർട്ട് ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. ടോപ്പിക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മൾ കാർട്ട് ഐറ്റം അല്ല യൂസ് ചെയ്യുന്നത്. കാർട്ടിൽ അല്ലല്ലോ കംപ്ലീറ്റ് ഇത് വരുന്നത്. സോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ചെയ്യാം. കാർട്ട് ഐറ്റം കൊടുത്തിട്ടുണ്ട്. കാർട്ട് ഐറ്റത്തിൽ സബ് ടോട്ടൽ ഉണ്ട്, എനിക്ക് ഉറപ്പാണ്. സോ നമുക്കതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. Cannot resolve keyword user into field.
So active cart ID, product ID, quantity. User into field shows active cart. Okay. സബ്ടോട്ടൽ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. യൂസറിൻ്റെ ഇത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യുക, ഒരു കണ്ടീഷൻ കൊടുക്കാം. നോട്ട് ഇത് കൊടുക്കാം, യൂസർ ഡോട്ട് ഈസ് authenticated. then എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. ഇങ്ങോട്ടാണ് ലോഗിനിലേക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലോഗിൻ വരുന്നത് ഇതിലാണ്, അക്കൗണ്ട്സിൽ ലോഗിൻ വ്യൂ ആണ് വരുന്നത്. ഓക്കെ, അഗൈൻ എറർ വന്നിട്ടുണ്ട്. field cannot resolve keyword user interfaces. Active cart ID, product ID, quantity ക്കാണ് യൂസറിൻ്റെ അവൈലബിൾ അല്ല എന്നാണ് കാണിക്കുന്നത്. കാർട്ട് ഐറ്റമിൽ യൂസർ ഉണ്ടോയെന്ന് നോക്കാം, കോളം ഐറ്റം. ഓക്കെ, ഇതിൽ യൂസർ ഇല്ല, അതുകൊണ്ടാണ് ഇഷ്യൂ കാണിച്ചത്. സോ എന്ത് ചെയ്യുക, യൂസർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ക്രിയേറ്റ് യൂസർ ഈക്വൽസ് മോഡൽ സ്റ്റാർട്ട് ഫോറിൻ കീ സെറ്റ് ചെയ്യുക. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ടേബിളിൻ്റെ നെയിം യൂസർ കൊടുക്കുക. ദെൻ ഓൺ ഡിലീറ്റും കൂടി കൊടുക്കുക. എന്താണ് മോഡൽ സ്റ്റാർട്ട് കാസ്കേഡ് കൊടുക്കുക. മോഡൽ സ്റ്റാർട്ട് കാസ്കേഡ് കോമ നൾ ഈക്വൽസ് ടു കൊടുക്കുന്നുണ്ട്, കോമ ബ്ലാങ്കും ട്രൂ കൊടുക്കുന്നുണ്ട്. സോ യൂസറിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ അവിടെ അവൈലബിൾ ആയിരിക്കും. മേക്ക് മൈഗ്രേഷൻ കൊടുക്കണം, ബിക്കോസ് നമ്മൾ മോഡൽസിലാണ് ചേഞ്ചസ് വരുത്തിയത്. സോ അത് ബ്രേക്ക് ചെയ്യുക. കൊടുക്കാം മേക്ക് മൈഗ്രേഷൻസ് കൊടുക്കാം. ഫീൽഡ് ആഡ് ആയിട്ടുണ്ട്. ദെൻ മൈഗ്രേറ്റ് കൊടുക്കണം. ഓക്കെ, റൺ സെർവർ കൊടുത്തിട്ടുണ്ട്. റിഫ്രഷ് ചെയ്യാം. ബാഡ് റിക്വസ്റ്റ്, മിനിമം ഓർഡർ amount ലെസ് ദാൻ മിനിമം amount allowed. ഓക്കെ, ഓക്കെ,
അത് മെയിൻലി എന്താന്ന് വെച്ചാൽ യൂസറിന് നമ്മൾ ഫോറിൻ കീ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊരു ഓപ്ഷനാണ്. പിന്നെ ഓരോ ക്ലാസ്സും യൂസറിനെ അല്ല സെഷൻ കീ ആയിട്ടായിരുന്നു കണക്ട് ചെയ്തിരുന്നത്. സോ അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടാവും. ഓൺ ഡിലീറ്റ് മാത്രം മതി, നള്ളിപ്പോൾ കൊടുക്കുന്നില്ല. യൂസറിനെ നള്ള് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്യൂ വരാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ കാർട്ട് ഐറ്റംസിൽ എല്ലാം കാർട്ട് ഐ ഡി ബേസ് ചെയ്തിട്ടല്ല. ഇതാണ് കാർട്ട് ഐ ഡിയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് സെഷൻ ബേസ്ഡ് അല്ലേ നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ മോഡൽ ഡോട്ട് ഇത് കൊടുക്കുന്നുണ്ട്, ക്യാർ ഫീൽഡ് കൊടുക്കുന്നുണ്ട്, ദെൻ മാക്സ് ലെങ്ത് കൊടുക്കുന്നുണ്ട്. മോഡൽസ് ആണ്. മാക്സ് ലെങ്ത് കൊടുക്കുന്നുണ്ട്, 250 കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്ലാങ്ക് 2 ആക്കി കൊടുക്കുന്നുണ്ട്. യൂസർ ഫീൽഡ് ഇല്ലെങ്കിൽ കാർട്ട് ഐ ഡി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആഡ് ചെയ്തത്. ഇനി കാർട്ട് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് കാർട്ട് ഐ ഡി നമ്മൾ കൊടുത്തിട്ടുണ്ടോ? കാർട്ട് ഇവിടെ നമ്മൾ കാർട്ട് ഐ ഡി എടുക്കാൻ കൊടുത്തിട്ടില്ല. കാർട്ട് ഐ ഡി നമ്മൾ സെഷൻ ബേസ്ഡ് ആണ് യൂസ് ചെയ്തിരുന്നത്, അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. കാർട്ടും അതേപോലെ തന്നെ കാർട്ട് ഐ ഡി ക്ലാഷ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. സോ കാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്തിട്ടില്ല, പക്ഷേ തൽക്കാലത്തേക്ക് ഇതൊന്ന് കമൻറ്റ് ചെയ്തിടാം. ഓക്കെ, നോക്കാം. വന്നിരിക്കുന്നത് റേസർ പേയിൽ മിനിമം എമൗണ്ട് ഉണ്ട്. സോ അതിൻ്റെ അത്രയും ഓർഡറിൻ്റെ ഐറ്റം അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി വരുന്നില്ല. സോ അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട്. സോ നമുക്ക് കുറച്ചും കൂടി ഐറ്റംസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ബിക്കോസ് ഇവിടെ ഓർഡർ നമ്മുടെ ടോട്ടൽ ഓർഡർ എടുത്തിരിക്കുന്നത് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ പ്രോപ്പറായിട്ട് വരുന്നില്ല, 0 ആണ് വരുന്നെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഇഷ്യൂ വരാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് ടോട്ടൽ പ്രൈസ് പ്രോപ്പറായിട്ട് വരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു വാല്യൂ പ്രോപ്പറായിട്ട് പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മിനിമം റേസർ പേയിൽ മിനിമം അലൗഡ് പേയ്മെന്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ഒന്നും അലോ ചെയ്യില്ല. 1 അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യില്ല, റേസർ പേയ്മെന്റ് അലോ ചെയ്യില്ല. സോ അതിൻ്റെ ഇഷ്യൂ ആണ് വന്നിരിക്കുന്നത്. സോ ടോട്ടൽ പ്രൈസ് പ്രോപ്പറായിട്ടല്ല നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്, അതിൻ്റെയാണ് ഇഷ്യൂ വരുന്നത്. ടോട്ടൽ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഉണ്ടല്ലോ നമ്മളിവിടെ പാസ് ചെയ്യുന്നത്, ഒരു ടോട്ടൽ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അതിൻ്റെതായ ഓക്കെ ആ ഒരു ടോട്ടലിനെ തന്നെ നമുക്ക് ഇവിടെ പാസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം.
ഇതൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ കാർട്ടിൽ നിന്ന് എടുക്കുന്നതാണ്. സ്റ്റിൽ നമുക്ക് ആ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. കാർട്ട് ഐറ്റം ടോട്ടൽ നമ്മൾ പാസ് ചെയ്യുന്നത് കാർട്ട് ഐറ്റംസിലേക്ക് പോവാം. നമുക്ക് അല്ലെങ്കിൽ കാർട്ട് ഡീറ്റെയിലേക്ക് പോവാം. ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇനീഷ്യലി 0 സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ കാർട്ട് ഐറ്റം ഡോട്ട് ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കൗണ്ടർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. സോ നമുക്കത് വെച്ചിട്ടാണ് നോക്കിയിപ്പോൾ ഈക്വൽ 0 കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡന്റേഷൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാർട്ട് ഐറ്റം ഓക്കെ, കാർട്ട് ഈക്വൽസ് കാർട്ട് കൊടുത്തിട്ടുണ്ടായി. സോ കാർട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വരും. കോപ്പി ചെയ്യുന്നുണ്ട്. സെഷനല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ സെഷൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, ഇൻഡന്റേഷൻ എറർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അൺബൗണ്ട് എറർ ആണ്. Counter where it is not associated with the value. Line number 114. So അൺബൗണ്ട് എറർ ക്ലിയർ ചെയ്യണം. കൗണ്ടറിൻ്റെ അവിടെയാണ് ഇഷ്യൂ വരുന്നത്. എന്ത് ചെയ്യാം, 0 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടെംപ്ലേറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് വരുന്നത് കാർട്ടിൽ വ്യൂസിൽ. പേയ്മെന്റ് ഡോട്ട് HTML നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പേയ്മെന്റ് ഡോട്ട് HTML ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ നമുക്കിനി പേയ്മെന്റ് ഡോട്ട് HTML ക്രിയേറ്റ് ചെയ്യണം. പേയ്മെന്റ് ഡോട്ട് HTML. ഇനി പേയ്മെന്റ് ഡോട്ട് HTML ഉള്ളിൽ എന്ത് ചെയ്യുക, പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ വ്യൂവിൽ ചെക്കൗട്ട് വർക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ റിക്വസ്റ്റോട്ട് യൂസർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഇഫ് കണ്ടീഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കാർട്ടിൻ്റെ കേസിൽ. ദെൻ നമ്മൾ എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലോഗിൻ ചെയ്യാനുള്ള കേസും നമ്മൾ യൂസറിൻ്റെ കേസിൽ യൂസർ ഒതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ കാർട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതിക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒതൻറ്റിക്കേറ്റഡ് അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും നടക്കുന്നത്. ദെൻ ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പൈസ ആക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പേജ് പേയ്മെന്റ് മെത്തേഡ് കൊടുക്കണ്ടേ? പേയ്മെന്റിൽ ഏതാ പേയ്മെന്റ് മെത്തേഡ് കൊടുക്കണ്ടേ? പേയ്മെന്റ് മെത്തേഡോ? പേയ്മെന്റ് ഇപ്പൊ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? ഇല്ല, പേയ്മെന്റിന്റെ ഫയല് ഓക്കെ, വ്യൂ കൊടുക്കണ്ടേന്നാണ് ഉദ്ദേശിക്കുന്നത്.
അതെ. നമ്മൾ ആക്ച്വലി റേസർ പേ ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിൽ സ്പെസിഫിക്കലി കൊടുക്കേണ്ടി വരില്ല. അതിൻ്റെ അത് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ട റേസർ പേൻ്റെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. അത് വരണ അതിൻ്റെതായ ക്വറീസ് നമുക്ക് ഇനി ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ട്. റേസർ പേൻ്റെ ID കാർട്ട് ഐറ്റംസ് ടോട്ടൽ നമ്മളോട് പാസ് ചെയ്യുന്നുണ്ട്. പേയ്മെൻറ്റ് ഓർഡർ ഇതൊക്കെ നമ്മളിവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ റിട്ടേൺ പ്രിൻ്റർ കൊടുത്തിരിക്കുന്ന payment.html ആണ്. സോ അതുകൊണ്ടാണ് വെയിറ്റ്. സക്സസ് കൊടുത്തിട്ടുണ്ട്. payment.html നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റേസർ പേൻ്റെ കീ ID ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് payment.html കൊടുത്ത് നോക്കാം എന്താണ് വരുന്നതെന്നുള്ളത്. എന്നിട്ട് ബാക്കി റെഡിയാക്കാം. സോ HTML 5 കൊടുക്കുന്നുണ്ട്. അതൊക്കെ അതേ ഫോമാറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ടൈറ്റിൽ ചെക്ക്ഔട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലാസ് കുറച്ച് സ്റ്റൈലിങ് കാര്യങ്ങളും കൊടുക്കാനുണ്ട്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ഡേ ആഡ് ചെയ്യാം. നമുക്ക് ചെക്ക്ഔട്ടിൽ ഓൾറെഡി നമ്മൾ ഐ തിങ്ക് ഏതോ ഒരു പേജിൽ ക്വറീസ് കൊടുത്തിട്ടുണ്ട്. സക്സസ് അല്ല, കാർട്ടിൽ ഞാൻ തോന്നുന്നു കൊടുത്തത്. സോ അതിൽ നിന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാലും മതിയായിരിക്കും. സോ അത് നമുക്ക് നെക്സ്റ്റ് ഡേ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഹലോ. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ നമുക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ കംപ്ലീറ്റ്ലി കാണാപ്പാടം ചെയ്യുന്നേക്കാളും ഭേദം കോപ്പി പേസ്റ്റ് ചെയ്തിടാം. സോ ഈ പോർഷനൊക്കെ കംപ്ലീറ്റ്ലി അതിൽ കിട്ടാം. അപ്പൊ ഈ സ്ക്രിപ്റ്റ് ടാഗ് കംപ്ലീറ്റ് ഇവിടെ കൊടുക്കണ്ട. ഓക്കെ, അത് നെക്സ്റ്റ് ഡേ ക്ലിയർ ചെയ്യാം കേട്ടോ. നിലവിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കംപ്ലീറ്റ് ഇങ്ങനെ എറർ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറെ എറർ വരുന്നുണ്ട്. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്കായി നിൽക്കുകയാണ്. ഏത് ലൈനിലാണ് എറർ വരുന്നതെന്ന് കാണുന്നുണ്ടോ? ഇതിപ്പോ നമുക്ക് ഇവിടെ കാണാം. ഒന്നില്ലെങ്കിൽ റേസിംഗ് ഡ്യൂറിങ് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നത് ഏത് വ്യൂയിലാണ്. എറർ എന്ന് പറഞ്ഞാല് ഈ പിന്നെ ഞാൻ നിലവിൽ ഇപ്പൊ ഇതല്ല, കുറച്ച് പുറകോട്ടാണ് ഉള്ളത്. വർക്കിന്റെ ഇടയിൽ ഇപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുവാണ്. URL ഒന്ന് കറക്റ്റ് എനി ആണോ എന്ന് ഡെസ്ക് ചെക്ക് ചെയ്ത് നോക്കാം. എനി ഡെസ്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നാളെയോ മറ്റന്നാളോ? എനി ഡെസ്കിനേക്കാളും ബെറ്റർ ഗൂഗിൾ പേ ആണ്. അത് വേഗം ടൈം ഔട്ട് ആവുന്നുണ്ട് എനി ഡെസ്ക്. ഫസ്റ്റ് ജസ്റ്റ് ഇതൊന്ന് നോക്കുക. URLs കറക്റ്റ് ആണോ, നിങ്ങൾ കൊടുത്ത പാത്തിൽ വ്യൂ പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ടെംപ്ലേറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കുക. ചിലപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ലൈനിലാന്നുള്ള എറർ കാണിക്കുന്നുണ്ട് ഇവിടെ താഴെ. സോ അങ്ങനെ ക്രോസ് ഞാൻ ചെക്ക്. മാം പറഞ്ഞ പോലെ തന്നെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കി ഗൂഗിൾ ഇത് സെർവറിൽ പോയിട്ട്. എനിക്ക് കുറെ ഇമേജ് ഒന്നും പിന്നെ വ്യൂ ആകാത്തൊരു പ്രശ്നമാണ് ഇപ്പൊ വരുന്നത് ആക്ച്വലി എനിക്കിപ്പോൾ കാർട്ടിൽ. ഇപ്പോൾ ക്ലാസ് ഉണ്ട്. നാളെ മോർണിംഗ് ഒരു 10 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെഷൻ വെക്കണമെങ്കിൽ മീറ്റോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ ക്രോസ് ചെക്ക് ചെയ്യാം. 10 മണിക്ക് ശേഷം എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. എനിക്ക് അപ്പോഴും ക്ലാസ്സസ് ഉണ്ട്, അതേപോലെ തന്നെ വർക്കും ഉണ്ട്. സോ എനിക്ക് അതും ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കിട്ടാത്ത പോർഷനാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് അയച്ചാലും മതി. എവിടെയാണ് ഇഷ്യൂ വരുന്നതെന്നുള്ളത് സ്ക്രീൻഷോട്ട് അയച്ചാൽ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം. എന്നിട്ടും ക്ലിയർ ആവുന്നില്ലെങ്കിൽ മീറ്റ് വെച്ചിട്ട് ചെയ്യാം. ഞാനത് ഓൾറെഡി ഒന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നും ഇതുവരെ റെഡി ആയിട്ടില്ല. അപ്പൊ ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്ത് വരികയാണ് ഇപ്പോൾ. ചെയ്യുമ്പോൾ ഇഷ്യൂ ഉള്ളപ്പോൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ടാൽ മതി, നോക്കിയിട്ട് പറയാം. ഓക്കെ, ശരി, താങ്ക് യു. താങ്ക് യു.